പാമ്പ് കടിയേറ്റയാൾ എന്തു ചെയ്യണം, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് തുടങ്ങി പാമ്പുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് നമുക്കുള്ളത്. ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് NCTVയോട് സംസാരിക്കുകയാണ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ എമർജൻസി വിഭാഗം ഡോക്ടർമാർ. 70% പാമ്പുകളും വിഷമില്ലാത്തവയാണ്. പാമ്പ് കടിയേറ്റയാളെ ഒരിക്കലും ഭയപ്പെടുത്തരുത്. പേടിച്ചാൽ രക്തയോട്ടം കൂടുകയും വിഷം ശരീരത്തിൽ വേഗം പടരുകയും ചെയ്യും. കടിയേറ്റയാളെ നടക്കാൻ അനുവദിക്കരുത്. കടിച്ച ഭാഗം അനക്കരുത്. ആഭരണങ്ങളും വാച്ചും മുറുകിക്കിടക്കുന്ന വസ്ത്രവും നീക്കണം. കടിയേറ്റെടുത്ത് നീര് വന്ന് വീർക്കാൻ സാധ്യതയുണ്ട്. വെള്ളമോ മറ്റ് ഭക്ഷണങ്ങളോ കൊടുക്കരുത്. കടികൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കണം. കടികൊണ്ട ഭാഗം കീറിമുറിച്ച് രക്തം കളയരുത്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന തരം വിഷമാണെങ്കിൽ മുറിവിലൂടെ രക്തം വാർന്നുപോയി ജീവൻ അപകടത്തിലാകാം. വായിക്കൊണ്ട് ആ ഭാഗത്തെ രക്തം വലിച്ചെടുക്കുന്ന രീതിയും അപകടമാണ്. വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. പാമ്പിനെ അന്വേഷിച്ച് സമയം കളയാതെ ആൻറ്റിവനമുള്ള ആശുപത്രിയിൽ വൈകാതെ എത്തിക്കുക എന്നത് തന്നെയാണ് അതിപ്രധാനം. പാമ്പ് കടിയേറ്റാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കരുത്, ഇത്തരം കാര്യങ്ങളിൽ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഡോക്ടർ രാജീവും ഒപ്പം ഡോക്ടർ ഡിയോ മാത്യുവുമാണ്. നമുക്ക് ഡോക്ടർമാരോട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടമ്പൂർ സ്വദേശിയായ 7 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച വാർത്ത വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തയായിരുന്നു. ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ പരക്കുന്നുണ്ട്. അപ്പോൾ പാമ്പ് കടിയേറ്റാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കരുത് എന്നതിനെക്കുറിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ? ഇത് വലിയൊരു വിഷയം തന്നെയാണ് ഉള്ളത്. പക്ഷേ പാമ്പ് കടിയേക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയും. ഡു ഇറ്റ് റൈറ്റ്, RIGHT. എന്ന് പറയുകയാണെങ്കിൽ റീഅഷുറൻസ് ആണ്. 70% പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ്. 30% പാമ്പുകളാണ് വിഷമുള്ളതുള്ളൂ. ആ 30% തന്നെ വെറും 4 എണ്ണമാണ് മേജറായിട്ട് നമ്മൾ എന്താ പറയുക, ബിഗ് 4 എന്ന് പറയുന്ന സ്നേക്സ്. ഈ 4 എണ്ണമാണ് ആൾക്കാരെ കൊല്ലുക സാധാരണ രീതിയിൽ. നമുക്കുള്ള പ്രതിവർഷം ഈ 4 എണ്ണത്തിൻ്റെ എഗെയിൻസ്റ്റ് തന്നെ ഉള്ളൂ. ഇതിന് പുറമേയുള്ള പാമ്പുകൾക്കൊന്നും കാര്യമായിട്ടുള്ള മനുഷ്യനെ കൊല്ലാനുള്ള ശക്തിയൊന്നുമില്ല. മറ്റതിനുണ്ട്, മറ്റേ രാജവമ്പാലയ്ക്ക് ഉണ്ട്, പക്ഷെ അതിന് പ്രതിവർഷമൊന്നുമില്ല. പ്രധാനമായി 4 തരത്തിലുള്ള പാമ്പുകളാണ് നമ്മുടെ ഇവിടെ സാധാരണ കാണുന്നത്. ഒന്ന് മറ്റേ കോമൺ കോബ്ര, പിന്നെ കോമൺ ക്രേറ്റ്, പിന്നെ സോസ്കൈൽ വൈപ്പറും റസൽസ് വൈപ്പറും. ഇവിടെ കോമൺ ആയിട്ടുള്ളത് റസൽസ് വൈപ്പറും മറ്റേ കോബ്രയാണ്. ഇത് രണ്ടാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ ഈ കോബ്രയും ക്രേറ്റ് എന്ന് പറഞ്ഞത് ഞരമ്പിനെ ബാധിക്കുന്നതാണ് കൂടുതലായിട്ട് കാണുന്നത്. വൈപ്പർ മിക്കവാറും ബ്ലഡിനെ ബാധിക്കുന്നതാണ് ഉള്ളത്. അപ്പോൾ ഇതുണ്ടാകുമ്പോൾ കുറച്ച് ആൾക്കാരിൽ ഇപ്പോൾ ഈ പാമ്പാണ് കടിക്കുകയാണെങ്കിൽ പോലും ഒരു 50% ഡ്രൈ ബൈറ്റ് എന്ന് പറയും. കാരണം ഈ പാമ്പ് കടിക്കുമ്പോൾ അതിൻ്റെ ഫാങ്സ് നമ്മുടെ ശരീരത്തിലെത്തിയിട്ട് അത് വിഷം ചീറ്റണം. പക്ഷേ ഇത് മിക്ക സമയത്തും അങ്ങനെ വിഷം കയറിയെന്ന് വരില്ല. കാരണം മിക്കവാറും പല്ല് അതിൻ്റെ നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ പാമ്പ് അതായിരിക്കും കടിച്ചിട്ടുണ്ടാവുക, പക്ഷേ നമുക്ക് വിഷം ഏൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് ഉള്ളത്. അപ്പോൾ 30% ഈ വെനമസ് ബൈറ്റ് ഉള്ളൂ. അതിൽ തന്നെ ഒരു പകുതിയോളം ഡ്രൈ ബൈറ്റാണ്. ഇപ്പോൾ ഡ്രൈ ബൈറ്റിന് ആൾക്കാർക്ക് ലക്ഷണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയുകയെന്ന് പറയുകയാണെങ്കിൽ ഇതാണ് റീഅഷുറൻസ് ആണ്. കാരണം മിക്ക ആൾക്കാർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഹാർട്ട് ബീറ്റൊക്കെ നന്നായിട്ട് സ്പീഡിൽ അടിക്കും. അപ്പോൾ നമുക്ക് രക്തത്തിൻ്റെ സ്പീഡ് ഇട്ടേക്കും പോവുക. അപ്പോൾ വിഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ മിക്ക സമയത്തും എന്താണെന്ന് പറയുകയാണെങ്കിൽ ആളെ റീഅഷുർ ചെയ്യുക. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുക. RI എന്ന് പറഞ്ഞാൽ റൈറ്റിൽ I എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസേഷനാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫ്രാക്ചറൊക്കെ പറ്റുമ്പോൾ എങ്ങനെയാണ് കൈ അനക്കാതെ വെക്കുക, അതേപോലെ ഈ നമ്മുടെ ശരീരം കടിച്ച ഭാഗം അനക്കാതെ വെക്കണം. കാരണം ഇത് അനക്കുമ്പോൾ ഇപ്പോൾ കയ്യിലെ കടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ അനക്കുമ്പോൾ പെട്ടെന്ന് വിഷം കയറാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഇമ്മൊബിലൈസ് ചെയ്യുക. പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്ററോ അല്ലെങ്കിൽ മറ്റേ ഇലാസ്റ്റിക് ബാൻഡേജോ അല്ലെങ്കിൽ സാധാരണ ഗോസ് ഉണ്ടായാലും മതി. അത് വെച്ചിട്ട് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുക, അനക്കാതെ വെക്കുക. GH എന്ന് പറഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റലാണ്. കാരണം ഈ വിഷം ഏൽക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇതിനുള്ള പ്രതിവിധി ആൻറ്റിവെനം മാത്രമേ ഉള്ളൂ. ആൻറ്റിവെനം വിഷം കയറിയിട്ടുണ്ടെങ്കിൽ ആൻറ്റിവെനം മാത്രമേ ഉള്ളൂ. അത് ഉള്ള ഹോസ്പിറ്റലിലോട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കണം. അല്ലാതെ ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത സൗകര്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല. T എന്ന് പറയുകയാണെങ്കിൽ ടെൽ ദ ഡോക്ടറോട് പറയുക, എന്നെ പാമ്പോ അല്ലെ എന്തോ ഒരു സംഭവം കടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് മിക്ക സമയത്തും പാമ്പുകളുടെ കടിച്ച അതിൻ്റെ ലക്ഷണങ്ങളൊന്നും തുടക്കത്തിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ കടിച്ച പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അവരെ മോണിറ്റർ ചെയ്ത് ഇങ്ങനെ ലക്ഷണങ്ങൾ ഇങ്ങനെ കാണുന്നതിനനുസരിച്ച് വേണം ട്രീറ്റ് ചെയ്യുക. പാമ്പ് അതാണ് നമുക്ക് ഇനീഷ്യൽ ഫേസിൽ ചെയ്യാനുള്ളത്.
പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ കയ്യിലിങ്ങനെ മുറുക്ക കെട്ടും. അങ്ങനെ മുറുക്ക കെട്ടണതിൽ വലിയ ഇതൊന്നും സയൻറ്റിഫിക്കലി ഒന്നും പ്രൂവ് ആവണമെന്നില്ല. കാരണം മുറുക്ക കെട്ടിയാലും നമുക്ക് ഇങ്ങനെ എന്താ പറയുക, രക്തോട്ടം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് സ്പ്രെഡ് നമുക്കൊരു റീ അഷുറൻസാണ് ഉണ്ടാക്കുന്നത്. ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലേക്ക് ഈ വിഷം കയറില്ല എന്നുള്ളൊരു തോന്നലാകുമ്പോൾ അവർക്കൊരു ഒരു 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 റീ അഷുറൻസ് പോലെ അവർക്ക് തോന്നും. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമില്ല. പിന്നെ നമ്മൾ സാധാരണ മുറിക്കാൻ പാടില്ല. ഇപ്പോൾ ചില ആൾക്കാർ കടിച്ചിട്ട് വിഷം ചീറ്റ് കളയുന്നത്, അങ്ങനത്തെ ഇതൊന്നും പാടില്ല. ഇപ്പോൾ ഈ പാമ്പ് കടിച്ചാൽ ഏറ്റവും ആദ്യം ചികിത്സ ലഭ്യമാക്കുക, ആശുപത്രിയിൽ എത്തിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സയും അടിയന്തര ചികിത്സകൾ ലഭിക്കുന്നത് ജൂബിലിയിലാണ് പാമ്പ് കടിയേറ്റാൽ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? ഒരു പെട്ടെന്ന് ഒരു രോഗി എത്തിച്ചാൽ ഇവിടെ ചെയ്യുന്ന ചികിത്സകളുടെ രീതികൾ എങ്ങനെയാണ്? ആദ്യം രോഗി എത്തിയതിന് ശേഷം നമ്മൾ പ്രധാനമായും രോഗിക്കുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിൽ വിഷമങ്ങളുണ്ട്. രക്തത്തിനെ ബാധിക്കുന്ന വിഷങ്ങളുണ്ട്, ഞരമ്പിനെ ബാധിക്കുന്ന തരം വിഷങ്ങളുണ്ട്. അപ്പോൾ രക്തത്തിനെ ബാധിക്കുന്ന വിഷമാണ് ശരീരത്തിലേറ്റുന്നതെങ്കിൽ കടിച്ച സ്ഥലത്ത് നിന്ന് രക്തം വരിക, അവിടെ നീര് വരിക, നീര് കൂടി വരിക. ഇപ്പോൾ കയ്യിലാണ് കടിച്ചതെന്നുണ്ടെങ്കിൽ കൈയുടെ ഭാഗമായിട്ട് കക്ഷത്തിൽ പുതിയ കഴലകൾ വരിക, വയറുവേദന, ഛർദിൽ, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. ഈ നേരെ മറിച്ച് ഞരമ്പിനെ ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കൈകാലം അനക്കാൻ ബുദ്ധിമുട്ടുകൾ, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട്, കണ്ണുകൾ അടഞ്ഞു പോവുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുന്നത് ലക്ഷണങ്ങൾ നോക്കും. അതേപോലെ തന്നെ രക്തത്തിൻ്റെ അളവിൽ എന്തെങ്കിലും രക്തം കട്ടപിടിക്കാൻ സാധിക്കുന്ന ഘടകങ്ങളുടെ അളവിൽ ഏറ്റക്കുറവ് ഉണ്ടോ എന്നുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യും. ഇതിലെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രക്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രതിവിഷം ഉടനെ സ്റ്റാർട്ട് ചെയ്യും. പ്രതിവിഷമാണ് ആത്യന്തികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതിനുശേഷം പ്രതിവിഷം കൊടുത്തു, അതിൻ്റെ മാക്സിമം യൂണിറ്റ്സ് വരെ 10, 20, 30 വരെയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീടാണ് രക്തത്തിൻ്റെ ഘടകങ്ങളോ അതല്ലെങ്കിൽ നൂതന ചികിത്സ HBOT, ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി മുതലായ മറ്റ് ചികിത്സാ രീതികളിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ കടിച്ച പാമ്പിനെ തിരിച്ചറിയുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്തായാലും നമ്മൾ പാമ്പ് കടിയേറ്റാലും ഇല്ലെങ്കിലും, പാമ്പിനെ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും, നമ്മൾ പാമ്പിനെ അല്ല ചികിത്സിക്കുന്നത്. പാമ്പിൻ്റെ ആ ലക്ഷണങ്ങളുള്ള പേഷ്യൻസിനാണ് ചികിത്സിക്കുക. അപ്പോൾ മിക്ക സമയത്ത് എന്താ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ, മിക്കവാറും ആൾക്കാർ പാമ്പിനെ തേടിയിട്ട് പോകുമ്പോൾ കൊണ്ടുവരുന്ന പാമ്പ് വ്യത്യസ്തമുള്ള പാമ്പായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് കടിയേറ്റിട്ടായിരിക്കും വരിക. പക്ഷെ അതിൽ കാര്യമില്ല. പിന്നെ മാത്രമല്ല, നമുക്ക് പാമ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ പാമ്പ് കടീൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ പ്രതിവിഷം കൊടുക്കുക. നമ്മൾ ASP എന്ന് പറയുന്ന സാധനം പോളിവാലൻ്റ് വാക്സിനാണ്. അത് ഈ 4 പാമ്പുകൾക്കും ഒരേ ഒരേ ചികിത്സ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പാമ്പിനെ കൊണ്ടുവന്നിട്ട് വലിയ കാര്യമില്ല. നമ്മൾ ഇങ്ങനെ പെറ്റിങ് ഫോട്ടോ എടുക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. പാമ്പിനെ പിടിച്ചിട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ. ഏതായാലും കടമ്പൂർ സ്വദേശിയായ 8 വയസ്സുകാരൻ അൽജോയുടെ പാമ്പ് കടിയേറ്റുള്ള മരണം നമ്മുടെ മനസ്സുകളെയൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടത്തിൽ കിടന്നുറങ്ങുമ്പോഴാണ് ആ മകന് പാമ്പ് കടിയേൽക്കുന്നതും മരണം സംഭവിക്കുന്നതും. അതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. ഏതായാലും ഈ ചൂടൊക്കെ ഏറി വരുന്ന ഒരു സമയത്ത് നമ്മുടെ ജീവിത പരിസരങ്ങൾ എത്രത്തോളം നമ്മൾ ജാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് അൽജോയ്ക്കുണ്ടായ ഈ ദുരന്തം. ഏതായാലും പാമ്പ് കടിയേറ്റാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കരുതെന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇനി നമുക്ക് വേണ്ട. ഇത്തരം കാര്യങ്ങളിൽ ഒരു വലിയ ജാഗ്രത തന്നെയാണ് നമുക്ക് ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.